205 കോടി രൂപ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിപണിയിൽ ഇടപെടാനാണ്. അത് സപ്ലൈകോയ്ക്കുള്ള പൈസയായിട്ടല്ല. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നതിന് തെറ്റാണെങ്കിൽ ഞാൻ അതിന് ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ അത് വിപണിയിൽ എങ്ങനെയാണ് ഇവർ ഇടപെടുക എന്നുള്ളത് മനസ്സിലാവുന്നില്ല. കാരണം എല്ലാ കാലത്തും ഇപ്പോൾ 2016 മുതൽ പിണറായി വിജയൻ അധികാരത്തിൽ കയറിയത് മുതൽക്ക് നമ്മൾ കാണുന്നൊരു കാഴ്ച എന്താ വെച്ച് കഴിഞ്ഞാൽ, വിപണി വിലയിൽ എന്ത് നടന്നാലും, വിപണിയിലൂടെ ജനങ്ങൾക്ക് എന്ത് വിധത്തിലുള്ള ബുദ്ധിമുട്ട് നേരിട്ടാലും അതിനെ ഗാലറിയിലിരുന്ന് കളി കാണുന്നൊരു കാഴ്ചക്കാരൻ്റെ ലാഘവത്തോട് കൂടിയിട്ട് ഈ സർക്കാർ കാണുന്ന ഒരു വളരെയധികം സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. അവർ ഗാലറിയിൽ നിന്ന് കളി കാണുകയാണ്. വിപണിയിൽ എന്തോ ആയിക്കോട്ടെ. ഞാൻ അതിലേക്ക് വരുന്നതിനെക്കാട്ടിലും മുമ്പ് ശ്രീ അനിൽ നമ്പ്യാർ, എൻ്റെ വ്യക്തിപരമായിട്ട് എന്നെപ്പോലുള്ളവർ ചോദിക്കുന്നത്, കേന്ദ്രത്തിനൊരു ബഡ്ജറ്റ് വേണം, ഈ സംസ്ഥാനത്തിന് എന്തിനാണ് ഒരു ബഡ്ജറ്റ്? ഏത് ബഡ്ജറ്റിലാണ്? ഇപ്പോൾ 2023-24 ബഡ്ജറ്റ് അവതരിപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ ഈ ചർച്ച. നമുക്ക് ഒരു 6 മാസം കഴിഞ്ഞിട്ട് 6 മാസം കൊണ്ട് ഈ ബഡ്ജറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ നടപ്പിലാക്കി, എന്തൊക്കെ നികുതി വരുമാനങ്ങളും നികുതിയേതര വരുമാനങ്ങളും ഈ സർക്കാർ കളക്ട് ചെയ്തു, അത് പ്രകാരമാണോ ഇവർ ഈ ബഡ്ജറ്റിൽ പറഞ്ഞ മാതിരിയാണോ ചെലവ് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വട്ടപൂജ്യമായിരിക്കും നമുക്കതിൽ നിന്ന് കിട്ടുന്ന വിവരം. തീർച്ചയായിട്ടും അത് പേപ്പറിൽ, കടലാസിൽ ഒതുങ്ങുന്ന ഒരു വിവരശേഖരണം മാത്രമായിട്ട് അത് മാറുകയാണ്. ഞാനതിനെനിക്ക് ഉദാഹരണം പറയാനുണ്ട്. സാധാരണ നികുതിദായകൻ എന്ന നിലയ്ക്ക് തോമസ് ഐസക് 2010 ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ള വളരെ വിഡ്ഢിത്തകരമായിട്ടുള്ള, അന്ന് തന്നെ ജനങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിവരമുള്ളവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മലമ്പുഴ ഡാമിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മണ്ണ്, അതായത് നമ്മുടെ കൊച്ചിക്കാരുടെ ഭാഷയിൽ പറയുന്ന ചരല് ശേഖരിച്ച് വിൽപ്പന നടത്തുക വഴി 210 കോടി രൂപ സംസ്ഥാന ഖജനാവിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2010 കഴിഞ്ഞിട്ട് 2023 വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചപ്പോൾ 293 രൂപ ആ ഇനത്തിൽ ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഈ 293 കോടി രൂപയും, ക്ഷമിക്കണം, 210 293 കൃത്യമായിട്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, 200 കോടിക്ക് മേൽ ആ തുകയും സംസ്ഥാന സർക്കാരിൻ്റെ ആ വർഷത്തെ നികുതിയേതര വരുമാനമായിട്ട് കണക്ക് കൂട്ടിക്കൊണ്ടാണ് ഈ ബഡ്ജറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പൈസ ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിലേക്ക് വന്നിട്ടില്ല. ഇനി നമുക്കിപ്പോൾ നടപ്പ് സാമ്പത്തിക വർഷത്തെ കാര്യം എടുക്കുക. കഴിഞ്ഞ 22-23 ബഡ്ജറ്റിൽ ഈ കേരളീയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് 27 കോടി രൂപ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അത് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്താത്തൊരു പൈസയാണ് 27 കോടി രൂപ നമ്മുടെ നികുതിപ്പണം ഇവർ ദൂർത്തടിച്ചിട്ട് തിരുവനന്തപുരത്ത് കുറേ ഇലുമിനേഷനും കുറേ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്ന വിൽക്കുന്ന സ്റ്റാളുകളുമാക്കിയിട്ട് ഇവർ ചെലവഴിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ചെലവഴിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ ചെലവിനായിട്ട് കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രത്യേകിച്ച് ചെലവുകളൊന്നും നീക്കി വെച്ചതായിട്ട് ഞാൻ കഴിഞ്ഞ ബഡ്ജറ്റ് എടുത്ത് പരിശോധിച്ചപ്പോൾ കാണാനില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ആവശ്യത്തിനും അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്കും അദ്ദേഹത്തിൻ്റെ ക്ലിഫ് ഹൗസ് നവീകരണത്തിനും അവിടെ ലിഫ്റ്റ് പിടിപ്പിക്കാനും അവിടെ പശുത്തൊഴുത്ത് പണിയാനും അവിടെ വെള്ളത്തിൻ്റെ ടാങ്ക് പണിയാനും അവിടുത്തെ കക്കൂസ് പുതുക്കി പണിയാനും ഒക്കെ ആയിട്ട് ഏകദേശം ഒരു 2-2.5 കോടി രൂപ ചിലവാക്കിയിട്ടുണ്ട്. ഇത് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണോ? അല്ല. പിന്നെ ഈ ബഡ്ജറ്റിൽ പറയുന്ന അടുത്ത കാര്യങ്ങൾ എന്താണ്? കടുകിനും ഉപ്പിനും വള്ളിച്ചെരുപ്പിനും വില കുറയും, സ്ലൈഡിനും മുടിയിൽ കുത്തുന്ന പിന്നുകൾക്കും വില കൂടും. ഇവിടുത്തെ സാധാരണ നികുതിദായകരാണ് അനിൽ നമ്പ്യാർ ഇതൊക്കെ പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ഇവിടുത്തെ ബഡ്ജറ്റിനെ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന എത്ര സംസ്ഥാനത്ത്, നമ്മൾക്കിപ്പോൾ കേരളത്തിൻ്റെ കാര്യമാണ്, എത്ര കേരളീയരുണ്ട്? അപ്പോൾ ഈ സംസ്ഥാനത്തിൻ്റെ ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഒരു സംഗതി അതിൻ്റെ ഭംഗിയോടുകൂടി നടത്തുന്നു എന്നതിനപ്പുറം സാധാരണക്കാരായ കേരളത്തിലെ ഒരു 35-40% ജനങ്ങൾക്ക് ഈ ബഡ്ജറ്റും ഈ ബഡ്ജറ്റ് പ്രഖ്യാപനവും സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപഹാസ്യമായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഈ വൃത്തികെട്ട പരിപാടി ഇവരാദ്യമായിട്ട് അവസാനിപ്പിക്കണം. ഇന്ന് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് ഈ സംസ്ഥാനങ്ങളുടെ ബഡ്ജറ്റ്, കേന്ദ്രത്തിന് ബഡ്ജറ്റ് വേണം, കേന്ദ്രത്തിൻ്റെ വരുമാനത്തിനനുസരിച്ച് സംസ്ഥാനങ്ങൾക്ക് എന്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു, രാജ്യത്ത് എന്ത് പുരോഗതി വരാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഫെഡറൽ സംവിധാനം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇത്തരമൊരു ചർച്ചയിലൂടെ കേരളത്തിലെ ഒരു വിഭാഗം ജനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ബഡ്ജറ്റ് എന്ന് പറയുന്ന പ്രഹസനം നിർത്തണം.